സുഹൃത്തിൻ്റെ ചോദ്യം ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ലിംഗനിർണയം നടത്താൻ പറ്റുന്നുണ്ട് കുഞ്ഞുങ്ങളെ, അത് 1400 വർഷം മുമ്പ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോന്നാണ്, അങ്ങനെയാണോ ചോദിക്കണേ? അതിനെക്കുറിച്ച് ലിംഗനിർണയം നടത്താൻ പാടുണ്ടോ എന്നുള്ളതാണോ? അതിനെക്കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളുടെ ഈ ലിംഗനിർണയത്തെ കുറിച്ച് ഖുർആനിൽ എന്ത് പറയുന്നു? എന്തായാലും വൈദ്യശാസ്ത്രം തെറ്റാണെന്ന് പറയുന്നുണ്ട്. ഏതിന് അത് ബോധ്യപ്പെടുത്താൻ പാടില്ല, വൈദ്യശാസ്ത്രം വളരെ വ്യക്തമായിട്ട് പറയേണ്ടത്. എങ്കിലും അതിന് ഖുർആന്റെ പ്രതികരണം എന്താണെന്നുള്ളത് ഇവിടെ ഖുർആനിൽ ലിംഗനിർണയം നടത്തുന്നത്, ആ ലിംഗനിർണയം മാത്രമല്ല, നമ്മുടെ ഭൗതികമായ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവും. ആ കണ്ടുപിടുത്തങ്ങളെ വിശദീകരിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ഗ്രന്ഥമല്ല പരിശുദ്ധ ഖുർആൻ. ഒന്ന് നമ്മളത് മനസ്സിലാക്കുക. നമ്മുടെ അന്വേഷണങ്ങൾ, നമ്മുടെ ശാസ്ത്രീയമായ പര്യവേഷണങ്ങൾ, അത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുള്ള നമ്മുടെ പര്യവേഷണങ്ങളാണ്. അത് പരിശുദ്ധ ഖുർആൻ ആദ്യം തന്നെ അതെല്ലാം പറഞ്ഞു വെച്ചാൽ സ്വാഭാവികമായിട്ട് നമുക്ക് പിന്നെ പഠിക്കാനൊന്നും ഉണ്ടാവില്ല. മനുഷ്യൻ പഠിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മനുഷ്യന് പഠിക്കാനുള്ളതാണ്. അതേസമയം ആ രംഗത്തുള്ള കൃത്യമായ മാർഗനിർദ്ദേശങ്ങളാണ് പരിശുദ്ധ ഖുർആൻ വെക്കുന്നത്. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ പറയുന്ന കാര്യങ്ങളിൽ യാതൊരു അബദ്ധവും ഇല്ല എന്നാണ് ഇവിടെ വിഷയാവതരണത്തിൽ പറഞ്ഞത്. ശാസ്ത്രീയമായ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തുമ്പോൾ ഖുർആനിൽ അബദ്ധങ്ങളൊന്നുമില്ല എന്നുള്ള വസ്തുത നമുക്ക് പൂർണ്ണമായി ബോധ്യപ്പെടുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇനി ലിംഗനിർണയത്തെക്കുറിച്ചുള്ള ഇസ്ലാമിന്റെ സമീപനം, ലിംഗനിർണയം ഇസ്ലാം എതിർക്കുന്നില്ല. എന്നാൽ ലിംഗനിർണയം ഇന്ന് എന്തിനു വേണ്ടിയാണ്? അവിടെയാണ് പ്രശ്നം. ലിംഗനിർണയം എന്നുള്ളത് ഒരു വൈദ്യശാസ്ത്ര പരിശോധന എന്നുള്ള നിലക്ക് ഒരാൾ ലിംഗനിർണയം നടത്തിയാൽ അതിനെ ഇസ്ലാം ഒരു പാതകമായി കാണുന്നേയില്ല. എന്നാൽ എന്തിനു വേണ്ടിയാണോ ലിംഗനിർണയം നടത്തുന്നത് അതിനെ പാതകമായി കാണുന്നു. അതെന്താണ്? നേരത്തെ തന്നെ കുട്ടി പിറക്കാൻ പോകുന്നത് ഏതാണ് കുട്ടിയെന്ന് മനസ്സിലായിട്ട് ജനിക്കാൻ പോകുന്നത് പെൺകുഞ്ഞാണെങ്കിൽ അതിനെ അവിടെ വെച്ച് തന്നെ കൊന്നുകളയുക എന്ന ഏർപ്പാട്, ഇതിനാണ് ഇന്ന് ലിംഗനിർണയം നടക്കുന്നത്. ഇന്ത്യ രാജ്യം ലിംഗനിർണയം നിരോധിക്കുവാനുള്ള കാരണവും ഇതുകൊണ്ടാണ്. ലിംഗനിർണയം വഴി പെൺകുഞ്ഞുങ്ങളെ ഭ്രൂണാവസ്ഥയിൽ തന്നെ കൊന്നുകളയുക എന്നൊരു ഏർപ്പാട് നമ്മുടെ സമൂഹത്തിൽ പൊതുവെയുണ്ട്. ഇസ്ലാം അതിനെ വളരെ ശക്തമായി വിമർശിക്കുന്നു. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ഈ കാര്യം പറയുകയും ചെയ്യുന്നു. പരിശുദ്ധ ഖുർആൻ വൈദാ ബുശിറ അഹദക്കും ബിൽ ഉൻസ വല്ല വജ്ഹഹു മുസ്വദ്ദൻ വഹുവ കലീം, ഖുർആനിലെ 16-ാമത്തെ അധ്യായം സൂറത്തുൻ നഹ്ലിലെ 68-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. എന്താണ്? അവർക്കൊരു പെൺകുഞ്ഞുണ്ടാകുന്നതിനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ അവരുടെ മുഖം വിളർക്കുകയും നാണം കൊണ്ട് അപമാന ഭാരം കൊണ്ട് അവരുടെ തലകൾ കുനിഞ്ഞു പോവുകയും ചെയ്യുന്നു. ഇതിനെ പരിശുദ്ധ ഖുർആൻ വിമർശിക്കുകയാണ്. അപ്പോ ലിംഗനിർണയമല്ല തെറ്റ്, ലിംഗനിർണയത്തിന് സ്വാധീനം ചെയ്യുന്ന എന്താണോ നിങ്ങളെ സ്വാധീനിക്കുന്നത് അതാണ് ഇസ്ലാമികമായ കാഴ്ചപ്പാടിൽ തെറ്റ്. അത് കുഞ്ഞുങ്ങളെ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഗർഭാവസ്ഥയിലാണെങ്കിലും അല്ലെങ്കിലും കൊന്നുകളയാൻ ഒരാൾക്കും അധികാരമില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. എൻ്റെ വീട് ഒറ്റപ്പിലായിൽ നിന്നാണ് വരുന്നത്. ഖുർആനിൽ പറയേണ്ടത് ജിന്ന സൂറത്തിൽ വന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദഉ മഅല്ലാഹി അഹദ, നിശ്ചയം പള്ളികളൊക്കെ അള്ളാഹിൻ്റെ ഭവനമാണ്, അവിടെ എന്നെ കൂടാതെ നിങ്ങൾ ഒരാളെ വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. പക്ഷേ ഇന്ന് മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷം ഒരു 1000 ആൾക്കാരെടുക്കാച്ചാൽ 990 ആൾക്കാരും കൂറ്റനാടും പുത്തമ്പള്ളിയിലും അജ്മീറിലും പോയിട്ട് സങ്കടങ്ങൾ പറയുന്നു. എന്നാൽ ഈ വിശുദ്ധ ഖുർആനിൽ വന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദഉ മഅല്ലാഹി അഹദ എന്ന് പറയുമ്പോൾ ഇവരൊന്നും ഇതിൻ്റെ അർത്ഥം ഉൾക്കൊള്ളുന്നില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് MM അക്ബർ സാഹിബ് ഈ മറ്റുള്ള ഇത് മുസ്ലിം ആളുകളാണല്ലോ കൂടുതലും ഈ ദർഗകളിലേക്കും മറ്റും പോകുന്നത്. അപ്പോൾ ഇതിനെ അവരെക്കുറിച്ച് ഈ വിശുദ്ധ ഖുർആൻ്റെ അർത്ഥം അവർക്ക് വേറെ തിരിയണമെന്നുണ്ടോ, അതോ ഇതാണോ ഞാൻ പറഞ്ഞതാണോ ഇതിൻ്റെ അർത്ഥം ശരി, അത് അവർ ഈ ദർഗകൾക്ക് മറ്റുള്ളവർക്ക് പോകണം അതാണോ ശരിയെന്ന് ഒന്ന് വിശദീകരിച്ച് പറഞ്ഞു തരണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ പാടില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരുപാട് വചനങ്ങളുണ്ട്. അതിലൊരു വചനമാണ് ഇവിടെ സൂറത്തുൽ ജിന്നിലെ വചനം ഉദ്ധരിച്ചത്, വൈനൽ മസാജിദ ലില്ലാഹി വലാ തദഉ മഅല്ലാഹി അഹദ എന്നുള്ള വചനം. അപ്പോൾ ഈ വചനപ്രകാരം മുസ്ലിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റല്ലേ എന്നാണ്. തീർച്ചയായും സുഹൃത്തിന് തന്നെ വിഷയം അറിയാം, ചോദ്യം അറിയാം, ഉത്തരവ് അറിയാം.
അപ്പോൾ പിന്നെ ഇതൊരു ചോദ്യോത്തരത്തിന്റെ വേദിയിൽ നമ്മൾ അങ്ങനെ ഉന്നയിക്കേണ്ട കാര്യമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ ഇഷ്ടംപോലെ പ്രഭാഷണങ്ങളും മറ്റുമെല്ലാം സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും പടച്ച തമ്പുരാനല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ പാടില്ല എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കി തരുന്ന അടിസ്ഥാനപരമായ ഒരു ആദർശമാണ്. ആ വിളിച്ചു പ്രാർത്ഥന മുസ്ലിങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ശരിയാകൂല. മുസ്ലിങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് സർവശക്തനായ തമ്പുരാൻ അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നത് ശരിയാണ് എന്ന് പറയാൻ സാധ്യമല്ല. അതാരായിരുന്നാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും ആരാധിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിലപാട്. അതേസമയം ആളുകളെ നമുക്ക് ആദരിക്കാം, അവർക്ക് വേറെ പിൻപറ്റാം, മഹാന്മാരായ ആളുകളെ പിൻപറ്റാം. അതേസമയം ആ ആദരവോ പിൻപറ്റലോ ഒന്നും തന്നെ അവരെ ആരാധിക്കുന്നതിലേക്ക്, അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിലേക്ക് നയിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിലപാട്. ആ നിലപാട് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും അത് നമ്മൾ ഉൾക്കൊള്ളുകയും മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുകയും ചെയ്യണം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. വളരെ വിശദമായ പഠനത്തിന് അഭിഷേകമായി നടക്കുന്ന ക്ലാസുകളും അതേപോലെയുള്ള സന്ദർഭങ്ങളും ഉപയോഗപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇസ്ലാം ഒരു സമഗ്ര ദർശനമാണ്. അപ്പോൾ അതിൽ രാഷ്ട്രീയം ഉണ്ടാവും. എന്നാൽ കേവലം രാഷ്ട്രീയ പാർട്ടിയുമല്ല ഇസ്ലാം. പിന്നെ നബിയുടെ കാലശേഷം 4 ഖലീഫന്മാരുടെ കാലഘട്ടത്തിൽ ഈ സമഗ്ര ദർശനം അതിൻ്റെ പൂർണ്ണതയോടെ നിലനിന്നു എന്ന് പറയാം. പിന്നീട് 2 വിഭാഗമായി രൂപപ്പെട്ടു, സുന്നിസവും ഷീസവും. ഈ ഷീവിസമിൽ ജാഫരി മദ്ഹബ് അംഗീകരിക്കുന്ന വിഭാഗം രാഷ്ട്രീയ ദർശനം ആയി, രാഷ്ട്രത്തിൻ്റെ ദർശനം ഇസ്ലാമായി കാണുന്ന ആ സമയത്തെ അവർ ജുമാ അവർക്ക് നിർബന്ധമുള്ളൂ എന്നാണ് എൻ്റെ അറിവ്. നബിയുടെ ജീവിതം എടുത്ത് പരിശോധിച്ചാലും മക്കി കാലഘട്ടത്തിൽ ജുമാ നിർബന്ധമായിട്ടുണ്ടെങ്കിൽ പോലും മദീനി കാലഘട്ടത്തിലാണ് ജുമാ അനുഷ്ഠിച്ചതായി കാണുന്നുള്ളൂ. ഈ അവസ്ഥയിൽ രാഷ്ട്രീയ കാഴ്ചപ്പാടിലൂടെ ഇറാനിൽ വിപ്ലവം ഉണ്ടായപ്പോൾ ഈ സലഫി പ്രസ്ഥാനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള സൗദി അറേബ്യയും കുവൈത്തും അതുപോലെ ഇറാഖും അമേരിക്കയുടെ ഒത്താശക്കാരായി നിന്നുകൊണ്ട് ഇറാനെ 8 വർഷം ആക്രമിച്ചു. എന്തുകൊണ്ട് ഈ ഷിയാക്കളോട് ഇത്ര അധികം പക്ഷപാതിത്വം ഈ സലഫി പണ്ഡിതന്മാർ വെച്ചു പുലർത്തുന്നു? സുഹൃത്തിൻ്റെ ചോദ്യം ഷിയാക്കളോട് എന്തുകൊണ്ടാണ് സലഫികൾക്ക് ഇത്ര അധികം എതിർപ്പ്? കുറച്ച് നേരത്തെ ചോദിക്കേണ്ട ചോദ്യമായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. കാരണം എനിക്ക് ഏകദേശം എൻ്റെ ഊർജമെല്ലാം ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഷിയാക്കളോട് സലഫി പണ്ഡിതന്മാർക്കുള്ള എതിർപ്പല്ല, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് ഉള്ള എതിർപ്പാണ് യഥാർത്ഥത്തിലുള്ള എതിർപ്പ്. ഇന്നുള്ളതല്ല ഷിയായിസത്തിന്റെ പ്രശ്നം. മറിച്ച് അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലം കഴിഞ്ഞ ഉടനെ ആരംഭിച്ചിട്ടുള്ളതാണ് ഷിയായിസത്തിന്റെ പ്രശ്നം. അവരോടുള്ള എതിർപ്പ് ഷിയായിസത്തിൽ നിന്ന് ദീൻ പഠിച്ച ആളുകൾക്ക് വലിയ പ്രയാസം തോന്നുന്നു എന്നുള്ളതൊരു സ്വാഭാവികതയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ആ എതിർപ്പിന്റെ അടിത്തറ എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒന്നാമതായി സുഹൃത്ത് പറഞ്ഞ ആദ്യത്തെ സെന്റൻസിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ഇസ്ലാം രാഷ്ട്രീയം അടങ്ങുന്ന സമഗ്രമായ ഒരു ദർശനമാണല്ലോ എന്നാണ്. തീർച്ചയായും ആണ്, യാതൊരു സംശയവുമില്ല. രാഷ്ട്രീയമടക്കമുള്ള കാര്യങ്ങൾ ഇസ്ലാമിന്റെ വിഷയമാണ്. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൂടാ ഇസ്ലാമിക രാഷ്ട്രത്തിൽ മാത്രമുള്ളതാണ് ഇസ്ലാമിന്റെ രാഷ്ട്രീയമെന്ന്. ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഒരു ഖലീഫ പെരുമാറേണ്ടത് എന്ന് പഠിപ്പിച്ച പോലെ തന്നെ ഇസ്ലാമികേതരമായ ഒരു രാഷ്ട്രത്തിൽ എങ്ങനെയാണ് ഒരു മുസ്ലിം ജീവിക്കേണ്ടത് എന്ന് 13 വർഷക്കാലഘട്ടത്തിലെ മക്ക കാലഘട്ടത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിനു പകരം ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാകുമ്പോഴേ പ്രയോഗവൽക്കരിക്കുവാൻ കഴിയൂ എന്നുള്ളതാണ് ഇസ്ലാമിക രാഷ്ട്ര സിദ്ധാന്തക്കാരുടെയും അതേപോലെ തന്നെ ഷിയാക്കളുടെയും ആശയങ്ങളിൽ അടിസ്ഥാനപരമായ വ്യതിയാനം. അവിടെയാണ് ഷിയാക്കൾ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടായതിനു ശേഷം മാത്രമേ ജുമാ നിർബന്ധമുള്ളൂ എന്ന് പറയുവാനുള്ള പ്രശ്നവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണത്? ഇസ്ലാമിക രാഷ്ട്രം